സാർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ഒരു ചർച്ചയുടെ ബാക്കിയാണ്. കാരണം നമ്മൾ ഇന്ന് ഈ ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വിഷയം കൂടി നമ്മൾ ഉയർത്തി കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന ചില കമന്റുകൾക്കുള്ള മറുപടി കൂടിയാണ്. ബംഗ്ലാദേശിന്റെ വിഷയം നല്ല വ്യക്തമായി ആർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് പ്രശാന്ത് സാർ ഇന്നലെ അവതരിപ്പിച്ചത്. അതിന് താഴെ വന്ന കമന്റുകൾ ഇതെല്ലാം വ്യാജ വാർത്തയാണ്, ഇങ്ങനെ ഒരു സംഭവമേ ബംഗ്ലാദേശിൽ ഇല്ല എന്നാണ്. ഇന്ന് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഞാൻ. ബംഗ്ലാദേശിൽ സൈനിക ഭരണം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സൈന്യം ബംഗ്ലാദേശിനെ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായി അത്തരമൊരു ഡിക്ലറേഷൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഷെയ്ഖ് ഹസീനയുടെ അതേ വിധി തന്നെ മുഹമ്മദ് യൂനസിനെയും കാത്തിരിക്കുമ്പോൾ എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ചർച്ചയെ നമുക്ക് എങ്ങനെ ഈ വിശദാംശങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും? ബംഗ്ലാദേശിൽ നിരന്തരം വിഷയങ്ങളാണ്. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് മാധ്യമങ്ങൾ ബംഗ്ലാദേശിലെ വിഷയം വിട്ടിരുന്നു. അപ്പൊ ബംഗ്ലാദേശിൽ വീണ്ടും സൈനിക അട്ടിമറി, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈനിക അട്ടിമറി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സൈന്യം പലവട്ടം താക്കീത് കൊടുക്കുമ്പോഴൊക്കെ ബംഗ്ലാദേശ് സൈനിക അട്ടിമറി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഉടനെ പിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് തലസ്ഥാനം ധാക്ക ഉൾപ്പെടെ ടാങ്കുകൾ വിന്യസിച്ചിരിക്കുകയാണ്. അവിടെ ഏതാണ്ട് 3000-ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ പ്രദേശങ്ങളും സൈന്യം അത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഒരു രാജ്യത്തിനകത്തൊരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ യൂനിസിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ നേതൃത്വത്തിലൊക്കെ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ കലാപങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിൽ പട്ടാളം സജ്ജമായി എന്നുള്ള വാർത്ത വന്നു. അത് വ്യക്തത ഉള്ളിടത്തുനിന്ന് കിട്ടിയ വാർത്ത. അപ്പോഴത്തേന് വളരെ നിങ്ങൾ വ്യാജ വാർത്ത കൊടുക്കുന്നു, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ കൊടുക്കുന്ന വാർത്ത മൊത്തം തെറ്റാണ്, നമ്മൾ കൊടുക്കുന്ന തമ്പിനകത്ത് പ്രശ്നം. തമ്പിനകത്തൊന്ന് പട്ടാള ഭരണം വന്നാൽ യൂനസിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പട്ടാളം സൈന്യം പിടിക്കും എന്ന് പറഞ്ഞിട്ട് സൈന്യം പിടിക്കാതെ തന്നെ മാങ്ങ പറിക്കുമെന്ന് പറയാനൊക്കെ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് തോന്നി, ഈ ബംഗ്ലാദേശ് പിടിച്ചപ്പോൾ തലശ്ശേരിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കെയർ ഓഫിൽ തുള്ളിയവരുടെ കൂട്ടത്തിലുള്ളവരാണോ ഈ ടോക്കിനകത്ത് ഇത്തരത്തിൽ മൊത്തവും വ്യാജമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഒന്നും സത്യമല്ലെന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പൊ അത് പോട്ടെ, സത്യമാണോ സത്യമല്ലയോ എന്നുള്ള കാര്യം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതും, അല്ലെങ്കിൽ അവർ ഓരോ ദിവസവും ജിയോ പൊളിറ്റിക്സ് അവിടെ മാറിക്കൊണ്ടിരിക്കും. 48 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന ബംഗ്ലാദേശിൽ പട്ടാളം അല്ലെങ്കിൽ പട്ടാളം സജ്ജമായി നിന്നിട്ട് വീണ്ടും യൂനസ് അവിടെ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുക, ഞാൻ ഇലക്ഷൻ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 2026 മെയ് 15 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ആള് പറഞ്ഞിട്ടുണ്ട്. 2026 ജൂണിന് മുമ്പ് ഇലക്ഷൻ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പോരാ, പട്ടാളം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിസംബറിന് മുമ്പ് ഇലക്ഷൻ നടത്തണം, ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നടക്കണം. ഇന്നലെ അടച്ചിട്ട മുറിയിൽ വളരെ കൂടുതൽ സമയം, അടച്ചിട്ട മുറി എന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയത്തില്ല, എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ, അമരാന്നല്ല ഇപ്പോൾ അവിടുത്തെ ഒരു കക്ഷികൾ, ജമാഅത്തെ ഇസ്ലാമി, സൈന്യം, യൂനസ് ഉൾപ്പെടെയുള്ളവർ അടച്ചിട്ട മുറിയിൽ വളരെ സമയം ചർച്ച നടത്തി. യൂനസിനെ അനൗദ്യോഗികമാക്കി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് മാറ്റി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ വേറൊരു വലിയ വാർത്ത വരുന്നുണ്ട്, യൂനസിനെ മാറ്റാം. അത് ഒരുപക്ഷെ ഇന്നലത്തെ ചർച്ചയ്ക്കകത്ത് വന്നതായിരിക്കും, വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് യൂനസിനെ മാറ്റേണ്ടി വന്നാൽ ഇപ്പോഴേ തീരുമാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയൊരു പ്രഭാഷകനും, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എന്ന് പറഞ്ഞ ആളെ പറ്റി അറിയാമല്ലോ, ഒരു മതരാഷ്ട്രത്തിന്റെ തലവനായിട്ട് തീരുമാനിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ, അതായത് അവരുടെ കയ്യിലേക്ക് ഭരണം കൊണ്ടുപോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഭരണം പൂർണ്ണമായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള ഒരാളിനെ തീരുമാനിക്കുന്നത്. അയാളുടെ പേരെന്ന് പറഞ്ഞാൽ ഹമീർ അൻസ എന്നാണ് പേര്. അപ്പൊ അവിടെ ബംഗ്ലാദേശിൽ വലിയ പ്രശസ്തനാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ തീപ്പരി മതപ്രഭാഷകനും മതമൂല്യവാദിയും ഒക്കെ. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നതിനും രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കുന്നതിനും ഒക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പം അത് ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ ഇയാളെ മാറ്റേണ്ടി വന്നാൽ അത്തരത്തിലൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അത് സൈന്യം അംഗീകരിച്ചിട്ടില്ല. അതായത് ജനാധിപത്യ രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം സൈന്യം ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന ഓസിന് കിട്ടിയ യൂനസിന്റെ ആ രാജ്യത്തിന്റെ അധികാരം അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൈന്യത്തിന്റെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ജനത്തെ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം
അയാൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അയാൾ രാജ്യം മൊത്തം പോസ്റ്ററുകൾ പതിച്ചു. അതായത് നമ്മുടെ രാജ്യം ഈ പറയുന്നത് ഹസീനയുടെ കാലത്തിരുന്ന് നശിച്ചുപോയ രാജ്യം, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന രാജ്യം, ആ രാജ്യത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇലക്ഷൻ നടത്താം. ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് വിഘ്നം നിൽക്കുന്നതായിട്ടുള്ള ചില ആൾക്കാർ, അത് ഈ പറയുന്ന ഹസീനയുടെ കെയർ ഓഫിലുള്ള ആൾക്കാരും BNPയുടെ കെയർ ഓഫിലുള്ള ആൾക്കാരും ഒക്കെയാണ്. ആ രീതിയിലേക്ക് രാജ്യം മൊത്തവും ഇയാളുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ രഹസ്യമായിട്ട് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അതായത് ആൾക്കാരെ ഇളക്കി വിടുന്നതിന് ശ്രമിച്ചു. ആൾക്കാരെ ഇളക്കി വിടുന്നത് എന്തിന്റെ കെയർ ഓഫിൽ ആണെന്ന് ചോദിച്ചാൽ മതത്തിന്റെ പേരിൽ ആൾക്കാരെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് ഇയാൾക്ക് അവിടെ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇപ്പം ആദ്യം നീതി ചോദിച്ചു പലവട്ടം രാജി. ഇയാള് രാജിയൊക്കെ ഇയാളെ ഗിംക്ക. കാരണം ഈ പ്രഷർ ചെലുത്തിയപ്പോൾ ഞാനങ്ങ് രാജിവെച്ചേക്കാം എന്ന് പറഞ്ഞപ്പോ എന്നാ രാജി എഴുതി മേടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മേടിക്കേണ്ട, അല്ലെ കുറച്ചുനാൾ കൂടി ഞങ്ങൾ പറയുന്ന പോലെ ഇരുന്നാൽ മതി എന്ന് പട്ടാളം പറയുന്ന പോലെയല്ല. പട്ടാളം ഇയാളുടെ രാജ്യപ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരുപക്ഷത്തിൽ ഇയാൾക്ക് നിലനിൽപ്പ് ഇല്ലാതെ വരും, പട്ടാളം പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള തോന്നൽ വന്നപ്പോൾ ഇയാൾ രാജിവെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പക്ഷെ വീണ്ടും അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അവിടുത്തെ ഈ പറയുന്ന പല പ്രമുഖരായിട്ടുള്ള ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ കൂടെയും ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോടും ഒക്കെ സംസാരിച്ച് വീണ്ടും കടിച്ചു തൂക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇപ്പം ഈ പട്ടാളം സജ്ജമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പട്ടാളം പിടിച്ചില്ല ഔദ്യോഗിക വാർത്ത വന്നാൽ ഔദ്യോഗികമായിട്ട് പട്ടാളം ഒന്നും കൊടുത്തിട്ടില്ല. പട്ടാളത്തിന് ഇപ്പൊ പിടിക്കാം. അപ്പൊ പട്ടാളം പിടിക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് ആ രാജ്യത്തെ പിടിച്ചിട്ട് ആ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രാപ്തമായിട്ടുള്ള സാമ്പത്തിക സംവിധാനം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് പട്ടാളം പിടിക്കാത്തതിനാണ് എന്റെ ഒരു ഇതാണ്. കാരണം ഈ അവിടുത്തെ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ BSFന്റെ അത്രയുള്ളൂ. ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ 87,000 പേരാണ് പട്ടാളത്തിൽ ഉള്ളതെന്നാണ് എനിക്ക് എന്റെ ഒരു കണക്ക് കൃത്യം അറിയത്തില്ല. എന്നാലും അത്രയൊക്കെ വരത്തുള്ളൂ. ആ പട്ടാളത്തിനകത്ത് സൈനികർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആയുധം വേണ്ടുന്ന ആൾക്കാര് ഇതിനകത്തൊരു 30,000 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി ഒരു വരെ 50,000-ത്തിനകത്തേ വരത്തുള്ളൂ. ബാക്കി പട്ടാളത്തിനകത്ത് ഈ പറഞ്ഞ ക്ലറിക്കൽ ജോലികളും അല്ലെ വേറെ പല ജോലികളും ഉണ്ടല്ലോ, ആശുപത്രികൾ, മറ്റേ ആ രീതിയിലുള്ള ആൾക്കാരാണ്. ഇവരെ പോലും തീറ്റിപ്പോറ്റാൻ പറ്റുന്ന സംവിധാനത്തിലുള്ള ഗവൺമെന്റ് സംവിധാനം കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നടക്കുന്നില്ല. ഹസീനയുടെ ഭരണകാലത്ത് പോലും UN-ൽ ഈ പീസ് കീപ്പേഴ്സ് അല്ലെങ്കിൽ UN പട്ടാളം, ഇപ്പൊ വിവിധ രാജ്യങ്ങളിലുള്ള പട്ടാളം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പൊ അത്രയും ആൾക്കാർക്ക്, പട്ടാളക്കാർക്ക് അവിടെ അത്ര എണ്ണത്തിന് UN-ന്റെ ആവശ്യത്തിന് വേണ്ടി പട്ടാളക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഇന്ത്യയുടെ ആവശ്യപ്പെട്ട് പോകാറുണ്ട്. നമ്മൾ കൂടുതൽ പട്ടാളക്കാരൊന്നും കൊടുക്കാറില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള പട്ടാളക്കാരെ. കാരണം എന്താ? ബംഗ്ലാദേശിലുള്ള പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ അത്രയും പട്ടാളക്കാർ പോയാൽ അവരുടെ ശമ്പളം ആ രാജ്യത്തിന് വഹിക്കണ്ട. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. കൃത്യമായിട്ട് പൊക്കോണ്ടിരുന്നപ്പോ ബംഗ്ലാദേശിന്റെ ഈ പറയുന്ന സാമ്പത്തിക സംവിധാനം ഒക്കെ അതിനെ ഒരു വലിയ വലിപ്പത്തിൽ കൊണ്ടുവരികയും അവിടെ വേണ്ട വികസനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുകയും അല്ലെങ്കിൽ ആ പറയുന്ന പോലെ ഉള്ള വികസനം വികസിപ്പിച്ച് നല്ലൊരു GDP-യിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇവരെ അട്ടിമറിക്കുന്ന ഒരു ഭാഗം ഉണ്ടായി. ഇവരെ അട്ടിമറിച്ചതിന്റെ പുറകിലെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ത്രെട്ട് ഉണ്ടാക്കുക. അത് ബൈഡന്റെ കാലത്ത് ഉണ്ടായതാണ്. എന്നായാലും ബംഗ്ലാദേശിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കി ഇറിറ്റേഷൻ ഉണ്ടാക്കുക, ഇറിറ്റേഷൻ നമ്മളെ ബാധിക്കും എന്നുള്ളതില് അപ്പൊ ഇവരെ ആ രീതിയിൽ ഫോം ചെയ്തു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ യൂനസ് വരുന്നു. യൂനസ് വരുമ്പോൾ ഉടനെ പാകിസ്ഥാൻ അവിടെ വരുന്നു. ഇതുവരെ ഇല്ലാത്തതോടെ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയതിന് ശേഷം ഇതുവരെ ഇല്ലാത്ത പാകിസ്ഥാൻ പട്ടാളം അവിടെ വരുന്നു. ISI അവിടെ പുതിയ ക്യാമ്പുകൾ നടത്തുന്നു. അപ്പൊ ഇതെല്ലാം വന്നപ്പോൾ ആ രാജ്യത്ത് ലോകത്ത് എന്തെല്ലാം ഭീകരവാദികളുണ്ടോ അതിന്റെ എല്ലാം യൂണിറ്റുകൾ ഉണ്ടാവുന്നു. അത് മദ്രസകളിൽ കൂടി വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അവരെല്ലാം ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നു. ആ രാജ്യത്തിനകത്തുള്ള ആൾക്കാരെ മൊത്തം ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടി പ്രചോദനം കൊടുക്കുന്നു. അപ്പൊ ഇത് നോക്കിയപ്പോൾ എന്നും ഇന്ത്യ മഹാരാജ്യം സഹായിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം, മാത്രമല്ല പട്ടാളക്കാർ തമ്മിൽ പോലും ഒരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ പട്ടാളത്തിൽ ട്രെയിനിങ് കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കുക, നമ്മളെ രീതിയിൽ പട്ടാളത്തെ പരിശീലിപ്പിച്ചു. അപ്പൊ ഈ ബംഗ്ലാദേശ് പട്ടാളവും അല്ല ഇന്ത്യയും നമ്മളൊക്കെ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ആർമി ചീഫ് ഒരുപക്ഷെ ഈ രാജ്യം നശിച്ചു പോകണ്ട, വീണ്ടും അതിനെ ജനാധിപത്യ രീതിയിൽ കൊണ്ടുവന്ന് പഴയ ഒരു ബന്ധങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ആ രാജ്യം വികസിച്ച് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കാൻ നിൽക്കുക, യൂനസിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മാറാം. യൂനസ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ്, എന്നാലും കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ് ഏറ്റെടുക്കാൻ നിൽക്കുകയാണ്. അതിനകത്ത് ഈ യൂനസിനെ മാറ്റിയാൽ ആ തീരുമാനത്തിലേക്ക് വരാം. പട്ടാളം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ബലം പിടിച്ച് വരാൻ പറ്റത്തില്ല. അപ്പൊ ഏതെങ്കിലും സ്വാധീനത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ വീണ്ടും ഈ പട്ടാള ഭരണത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി യൂനസ് ശ്രമിക്കുകയും പട്ടാളം ഏകദേശം
അനൗൺസ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അനൗൺസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ആ രാജ്യം പട്ടാള ഭരണത്തിൽ ഏറ്റെടുത്താൽ സമ്പന്നമല്ലാത്തത് കൊണ്ട് എങ്ങനെ ഇപ്പൊ പട്ടാള ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഴുവൻ പട്ടാളത്തെ തിരിച്ച് രാജ്യത്ത് കൊണ്ടുവരേണ്ടി വരും, ഉള്ള പട്ടാളത്തെ മൊത്തം. കാരണം പട്ടാളം എല്ലാ മേഖലയിലും പ്രക്ഷോഭങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവാതെ ആ രാജ്യത്തിനെ അവരാഗ്രഹിക്കുന്ന സമയം വരെ ഇലക്ഷൻ വരെ ആ രാജ്യത്തെ കൊണ്ടുപോകേണ്ട കടമ എല്ലാം കീപ്പ് ചെയ്ത് പട്ടാളത്തിന്റെയാണ്. ഇപ്പം ഒരു ജനാധിപത്യ രീതിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഒക്കെ ഉള്ള സമയത്തുള്ളതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വഹിച്ച് അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട പട്ടാളം. അപ്പൊ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ആ രാജ്യത്ത് ഇപ്പൊ പഴയതുപോലെ ഇല്ല. ഉള്ളതെല്ലാം നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അരാജകത്വത്തിന്റെ അവസ്ഥ, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടായിരിക്കും അവർ അനൗൺസ് ചെയ്യാതെ ഇവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും അങ്ങനെയൊന്നും പോകത്തില്ല. കഴിഞ്ഞ 48 മണിക്കൂറിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ജിയോ പൊളിറ്റിക്സ് അല്ല ഇപ്പോഴത്തെ അവസ്ഥ. പട്ടാളം തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും അവിടെ, അല്ലെങ്കിൽ പട്ടാളം ഏറ്റെടുക്കുന്നതായിട്ടുള്ള അനൗൺസ്മെന്റ് ഉടനെ തന്നെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു വട്ടം കൂടി പറയാം. കൃത്യമായിട്ട് അവിടുന്ന് വിവരം ലഭിച്ചതിനും അവിടുന്ന് ഈ കാര്യങ്ങൾക്ക് അനുസരിച്ചുമാണ് പറയുന്നത്. അല്ലാതെ വ്യാജ പ്രചരണം ഒന്നും നടത്തുകയല്ല. ബംഗ്ലാദേശിലെ വിഷയങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദേശീയ മാധ്യമങ്ങളും അല്ലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ എവിടെ നിന്നാണ് ഇത് വ്യാജ വാർത്ത എന്ന് മനഃപൂർവ്വം പറയുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾക്കറിയത്തില്ല. ഏതായാലും വ്യാജ വാർത്തയല്ല ഇന്നലെ കൊടുത്തതും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നതും എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ബംഗ്ലാദേശിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടൻ തന്നെ സൈനിക ഭരണം, പട്ടാള ഭരണം അവിടെ ഉണ്ടാകും എന്നത് തന്നെയാണ്. വ്യക്തമായ ഒരു ഡാറ്റ അനാലിസിസിന്റെ അല്ലെങ്കിൽ വിവിധ ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു വാർത്ത നമ്മളും പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.